വെൽക്കം ടു പേഴ്സണൽ ബ്രാൻഡ് പാർട്ട് 5. ഇന്ന് നമ്മൾ ഒരു $1 ബില്യൺ പേഴ്സണൽ ബ്രാൻഡ് സ്ട്രാറ്റജീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് സ്ട്രാറ്റജി, ബി നോൺ ഫോർ സംതിങ് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തെങ്കിലും യുണീക്കായിട്ട് അറിയപ്പെടണം. അതാണ് ബി നോൺ ഫോർ സംതിങ് സ്പെസിഫിക്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവർ ചെയ്യുന്ന മിസ്റ്റേക്കാണ് മറ്റുള്ളവരെ കോപ്പി ചെയ്തിട്ട് അതേപോലെ ആവാൻ ശ്രമിക്കുക. ആവാം, നമുക്ക് റോൾ മോഡലായിട്ട് തിരഞ്ഞെടുക്കാം, നമുക്ക് അവരാവണ പോലെ ആവാം. പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞു വെച്ചാൽ നമ്മളെ ആരും ഓർക്കാനും പോകുന്നില്ല, റിമെമ്പർ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ സ്പെസിഫിക് അല്ല അവിടെ, അയാളെപ്പോലെ വേറൊരാൾ, അത്രേ ഉള്ളൂ. പക്ഷേ ആ കാര്യം തന്നെ നമ്മൾ അതിൽ ബെസ്റ്റായിട്ട് യുണീക്കായിട്ട് എന്തെങ്കിലും കൊണ്ടുവരികയെന്ന് വെച്ചാൽ നമ്മളെ അവിടെ ആൾക്കാരെ റിമെമ്പർ ചെയ്യും. ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു യുണീക്ക് സ്റ്റൈലുണ്ട് അല്ലെങ്കിൽ സ്കില്ലുണ്ട് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. ആൾക്കാർ അതിനെ റിമെമ്പർ ചെയ്യും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇത് ഞാൻ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനും കൂടി വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പറഞ്ഞത്. പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ ബിസിനസ്സിനെയും കൂടി ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങളിലൂടെയാണ് പറഞ്ഞത്. വെറും പേഴ്സണൽ ബ്രാൻഡ് മാത്രമല്ല. സോ ഞാൻ ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ച് വെച്ചു. എനിക്കൊരു ജിമ്മുണ്ട്, ഞാനൊരു വെയ്റ്റ് ലോസ് ചാലഞ്ച് വെച്ചു എന്ന് വയ്ക്കുക. സോ ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ച് വെച്ചാൽ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? വർക്കൗട്ട്സ് ഉണ്ടാവും, ഡയറ്റ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ പ്രോസസ്സുകൾ ഉണ്ടാവും. അത് നമ്മൾ ഫോളോ ചെയ്താലേ നമ്മുടെ വെയിറ്റ് കുറയുള്ളൂ അല്ലേ? എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി, വെയ്റ്റ് ലോസ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കി മാർക്കറ്റിംഗ് ചെയ്തു, അല്ലെങ്കിൽ ആഡ് ഉണ്ടാക്കി മാർക്കറ്റിംഗ് ചെയ്തു. നമ്മൾ ചുമ്മാ അങ്ങനെ വെയ്റ്റ് ലോസ് ചാലഞ്ച് എന്ന് പേര് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അധികം ആൾക്കാർ വരില്ല. വരുന്നുണ്ടായിരിക്കും കുറച്ച് ആൾക്കാർ, പക്ഷേ അധികം കസ്റ്റമേഴ്സ് വരില്ല. സോ അതിന് പകരം ഞാൻ വേറൊരു ഐഡിയ ചെയ്തു. ഞാൻ അതിൻ്റെ പേരങ്ങോട്ട് മാറ്റി, ദി 4 കീസ് ട്രാൻസ്ഫോർമേഷൻ ചാലഞ്ച് എന്നാക്കി. എന്നിട്ട് ഞാൻ പോസ്റ്റർ അല്ലെങ്കിൽ ആഡ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അത് കാണുന്ന ആൾക്കാർ അതൊന്ന് വായിക്കും, എന്താണ് ഈ 4 കീസ് ട്രാൻസ്ഫോർമേഷൻ ചാലഞ്ച്? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുമ്പോൾ ആൾക്കാർ നമ്മുടെ ജിമ്മിൽ വന്നിട്ട് അതിൽ ജോയിൻ ചെയ്യും. സോ ഞാൻ അവിടെ യുണീക്കായിട്ടുള്ളൊരു പേരാണ് കൊടുത്തത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ പേര് കൊടുക്കുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ അതിൽ വന്നു. സോ അതുപോലെയാണ് എല്ലാ കാര്യവും. നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ യുണീക്കായിരിക്കണം. ആ യുണീക്ക്നെസ് എല്ലായിടത്തും കൊണ്ടുവന്നു വെച്ചാൽ നമ്മളവിടെ ടോപ്പിൽ നിൽക്കും. സോ അതാണ് ബി നോൺ ഫോർ സംതിങ് സ്പെസിഫിക് എന്ന് പറയുന്നത്. സോ എല്ലാവരും നമ്മൾ ചെയ്യുന്ന കാര്യം യുണീക്കാക്കുക, ചെയ്യുന്ന കാര്യത്തിൽ ബെസ്റ്റ് ആവുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.